ഹായ്. എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ ഖത്തറിൽ സെറ്റിൽഡാണ്. ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. ഞാൻ ഈ ഹെൽത്ത് യോഗ ഓൺലൈൻ ക്ലാസ് ഒരു 1 മന്തോളം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കത് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയ സമയത്ത് എനിക്കുണ്ടായ കുറച്ച് നല്ല കാര്യങ്ങൾ, എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് നല്ല കാര്യങ്ങൾ. ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ഒരുപാട് സമയം കണ്ടിന്യൂസ് ഇരുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു ജോബ് പാറ്റേൺ ആണ് എൻ്റെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അതിന് ശേഷം പിന്നെ ജോലി കഴിഞ്ഞ് വന്നിട്ടാണെങ്കിലും നമുക്ക് ടയേർഡാവും. പിന്നെ ഒരു എക്സസൈസ് ചെയ്യാനുള്ള ഒരു മടിയും ഒക്കെ കാരണം ചെയ്യാറുണ്ടായിരുന്നില്ല. എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാനിങ്ങനെ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയണത്. അത് അറിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഒന്നും ചെയ്യാതിരിക്കണ്ട എന്നോർത്തിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയതാണ്. ബട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ബോഡി നല്ല ഫ്ലെക്സിബിളായി എന്നുള്ളതാണ്. അതുകൂടാതെ വളരെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ജോബാണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ എനിക്ക് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ മൈൻഡ് ഭയങ്കര കാമാവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് നമുക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ഒരു സിറ്റുവേഷൻസ് ഒക്കെ വന്നാൽ പെട്ടെന്ന് നമുക്ക് ദേഷ്യം വരിക അങ്ങനത്തെ. പക്ഷെ അതൊക്കെ ഒന്ന് കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തത്. ഓൾ ഓവർ എനിക്ക് പിന്നെ ക്ലാസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. വളരെ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ക്ലാസ്സായിരുന്നു അവരുടെ. ഇൻസ്ട്രക്ടർ ആണെങ്കിലും വളരെ കമ്പനിയാണ് എല്ലാവരോടും. എല്ലാവരെയും അറിയാം അവർക്ക് ഇൻഡിവിജ്വലി. എല്ലാവരോടും പേര് വിളിച്ച് അവരുടെ ഓരോ കംഫർട്ടബിലിറ്റി ചെക്ക് ചെയ്ത് അങ്ങനെയാണ് അവർ ക്ലാസ് എടുക്കുക. ആരെയും നിർബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം വളരെ ഇതായിട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും പറയാറില്ല. നമുക്ക് പറ്റുകയാണെങ്കിൽ മാത്രം. ഇപ്പോൾ ചില ആളുകൾക്ക് സൂര്യനമസ്കാരമൊക്കെ ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ മുട്ട് വളച്ച് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും നമ്മുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാന്നുള്ളതാണ് അവർ പറയാറ്. എനിക്കതൊക്കെ ഭയങ്കര ഭയങ്കര റിലാക്സിങ് ആയിട്ടൊക്കെ എനിക്ക് തോന്നിയിരുന്നു. അതുകൂടാതെ ക്ലാസ്സിലാണെങ്കിലും നമുക്ക് എല്ലാ ആസനാസും നമുക്ക് ചെയ്യണം, എല്ലാവർക്കും ചെയ്യാൻ പറ്റണം എന്നില്ല. സോ അത് ആർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നോ അല്ലെങ്കിൽ ആരൊക്കെ ചെയ്യണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു തന്നിട്ടാണ് അത് ചെയ്യിപ്പിക്കുന്നത്. സോ എനിക്ക് ഒരു ഓൾ ടുഗദർ പറയുകയാണെങ്കിൽ വളരെ നല്ല ഒരു എഫക്റ്റാണ് എനിക്കുണ്ടായിട്ടുള്ളത്. സോ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് ഈ ഒരു ഇത് ചെയ്തതിന് ശേഷം. കണ്ടിന്യൂസ് ആയിട്ട് പിന്നീട് ഓൺലൈനായിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സസൊക്കെ ഞാൻ ഇടയ്ക്ക് എടുത്ത് ചെയ്യാൻ നോക്കാറുണ്ട്. ചില സമയത്ത് മിസ്സായി പോയാലും അങ്ങനൊരു ഫെസിലിറ്റി ഉള്ളതുകൊണ്ട് അത് വളരെ യൂസ്ഫുള്ളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓൾ ഓവർ ഈ ക്ലാസ് വളരെ നല്ലതാണ്.